കൺസ്ട്രക്ഷനിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് ക്വസ്റ്റ്യൻസുകളാണ്. ഒരു സർക്കിൾ വരയ്ക്കുക. ആദ്യം 3 സെന്റിമീറ്റർ റേഡിയസിൽ സർക്കിൾ വരയ്ക്കുക. എന്നിട്ട് സെന്ററിന്ന് 7 സെന്റിമീറ്റർ ഡിസ്റ്റൻസിൽ അവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക. ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക. സെന്ററിന് എത്ര ഡിസ്റ്റൻസ് എടുക്കുക അറിയോ? ഇവിടുന്ന് ഈ ആദ്യം എന്ത് മാർക്ക് ചെയ്യുക? 3 സെന്റിമീറ്റർ സർക്കിൾ വരച്ചു. എന്നിട്ട് സെന്ററിന്ന് 7 സെന്റിമീറ്റർ ഡിസ്റ്റൻസിൽ ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക. ഇപ്പൊ ഈ വരച്ച ലൈനില്ലേ, അതിന് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുക. ഇവിടെ വെക്കുക. ഒരു മോർ ദാൻ ഹാഫ് എടുക്കുക. ഇവിടെ മുകളിലേക്ക് ഒരു ആർക്ക്, താഴേക്ക് ഒരു ആർക്ക്. ഇവിടെ വെക്കുക. മോർ ദാൻ ഹാഫ് എടുത്തിട്ട് വീണ്ടും ആർക്ക് വരയ്ക്കുക. എന്നിട്ട് ഇപ്പൊ ഈ വരച്ച ആർക്കുകളില്ലേ, അതിങ്ങനെ ജോയിൻ ചെയ്യിപ്പിക്കുക. അങ്ങനെ ഇങ്ങനെ കയറി കറക്റ്റ് ഇങ്ങനെ കയറി വരിക. എന്നിട്ട് ഇത് ജോയിൻ ചെയ്ത ഈ പോയിന്റ് ഇല്ലേ, ഇത് ഇന്റർസെക്ട് ചെയ്ത ഈ പോയിന്റ് ഇല്ലേ, അതിൽ വെച്ചിട്ട് സർക്കിൾ വരയ്ക്കുക. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ലൈനും ഇവിടെ നിന്ന് ഇങ്ങോട്ട് ലൈനും വരയ്ക്കുന്നതിന് 1 മാർക്കല്ല, 2 മാർക്കല്ല, 3 മാർക്കല്ല, 4 മാർക്ക്. ഈ 4 മാർക്ക് നഷ്ടപ്പെടുത്തരുത്. ഇതേപോലത്തെ അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട് ഇവിടെ. ഇതിന് ആകെ 2 വര വരയ്ക്കാനുള്ളൂ. എത്ര മാർക്കാണെന്ന് അറിയോ? 5 മാർക്ക്. എന്താ ചെയ്യേണ്ടത്? ഇതെങ്ങനെ വരയ്ക്കുക? ആദ്യം 6 സെന്റിമീറ്റർ 4 സെന്റിമീറ്ററുള്ള റെക്ടാങ്കിൾ വരയ്ക്കുക. റെഡിയല്ലേ? എന്നിട്ട് ഈ 4 ഇത് മുതൽ ഇതുവരെയുള്ള 4 നേരെ നോക്കിക്കോട്ടോ. ഇത് മുതൽ ഇത് മുതൽ ഇതുവരെയുള്ള 4 അത് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം. റെഡിയാണോ? എന്നിട്ട് ഇപ്പൊ ഇവിടെ 6 ഉണ്ടാവും, ഇവിടെ 4 ഉണ്ടാവും. ഇത്രയും പോകുന്ന ഈ ലൈനിന് നേരത്തെ വരച്ച പോലെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുക. ഇങ്ങനെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുക. പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുക. എന്നിട്ട് സെമി സർക്കിൾ വരയ്ക്കുക. ഇതിവിടെ മുകളിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. എന്നിട്ട് ഞാനിപ്പോ ഈ വരച്ച ഈ ഒരു ലൈനില്ലേ, ഈ ഒരു ലൈന് ഇത് സ്ക്വയർ ആക്കുക. എങ്ങനെ സ്ക്വയർ ആക്കുക? ഇത് ഇങ്ങോട്ട് വരയ്ക്കുക, ഇങ്ങോട്ട് വരയ്ക്കുക, ഇങ്ങോട്ട് വരയ്ക്കുക, സ്ക്വയർ ആക്കുക. ഇതൊന്ന് വരച്ചു നോക്കൂട്ടോ. ഇതിന്റെ വീഡിയോ വേറൊരു പ്ലേലിസ്റ്റ് ആയിട്ട് കിടക്കുന്നുണ്ട്. ഈ വരക്കൽ മാത്രമായിട്ടൊരു വീഡിയോ. ഓക്കെ.